സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടോ? അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വല്ല കുരുക്കളും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക മാത്രമാണ് വഴി. വല്ലാതെ ചൊറിഞ്ഞ് പൊട്ടരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ ചൊറിയുന്നത് നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് ചൊറിയുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ മൊത്തം നിങ്ങളെ കാണുകയാണ്, നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ ചൊറിത്തവളകളെക്കുറിച്ച്, ചൊറിത്തവളകൾ എന്ന് പറഞ്ഞാൽ തവളകൾ ചിലപ്പോൾ നമ്മളെ തല്ലാൻ വരും. ഈ ചൊറിയന്മാരെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടൻ, മലയാളത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നടനായ മോഹൻലാൽ ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ വയനാട്ടിൽ സന്ദർശനം നടത്തി. കഷ്ടകാലത്തിന് അദ്ദേഹം ഒരു വേഷമിട്ടാണ് പോയത്. അത് പട്ടാള വേഷം. അദ്ദേഹം ലെഫ്റ്റനൻറ്റ് കേണൽ ആണ് എന്നറിയാമല്ലോ മോഹൻലാൽ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ആ വേഷം ഇട്ടുപോയി. പക്ഷേ ഇതൊക്കെ വെറും പട്ടി ഷോ ആണ് എന്ന് പറഞ്ഞ് നടന്ന് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്? പലതരം ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ കൗതുകകരമാണ്. മനുഷ്യൻ്റെ ഒരു നിലവാരം ഇത്രയും താഴെ പോയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളുമാണ്. ഒരു പ്രധാനപ്പെട്ട പലരുടെയും കമൻറ്റുകൾ കണ്ടത്, സർക്കാരാണ് മുഴുവൻ കാര്യങ്ങളും വയനാട്ടിലേക്ക് ഏകോപിപ്പിക്കുന്നത്, സർക്കാരാണ് പുനരധിവാസം നടത്തുന്നത്, അപ്പോൾ എങ്ങനെയാണ് വിശ്വശാന്തി ട്രസ്റ്റ് 3 കോടി രൂപയുടെ പുനരധിവാസം അവിടെ നടപ്പാക്കുന്നത് എന്ന ചോദ്യം ചിലർ ഉന്നയിക്കുന്നു. ചിലർക്ക് ആ വേഷമാണ് പ്രശ്നം. എന്തിനാണ് ഇങ്ങനൊരു വേഷത്തിൽ പോയത്? സാധാരണ വേഷത്തിലങ്ങ് പോയാൽ പോരെ, മുണ്ടോ പാൻറ്റോ ഒക്കെ ഇട്ട് പോയാൽ പോരെ? എൻ്റെ പൊന്നട, സൗകര്യമില്ല. അയാൾക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ അയാൾ പോകും. അത് നിങ്ങളാരാണ് ചോദിക്കാൻ? നിങ്ങൾക്ക് മറ്റൊരുത്തൻ്റെ വേഷ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അയാൾ എങ്ങനെ പോകണം, ഏത് മൈൻഡോടെ പോകണം എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? മനസ്സിലാകണില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആരാണെന്നുള്ള അതിന് ഉത്തരം തന്നെ പറയാൻ കൊടും ദുരന്തങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറേ കാലമായി മോഹൻലാൽ ടാർഗറ്റഡ് ആണ്. മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയാൽ പ്രശ്നം, അതിൽ എല്ലാ തരത്തിലുള്ള വിമർശനവുമായി നിങ്ങൾ കുറേ പേർ എന്തിൻ്റെയൊക്കെയോ അടിസ്ഥാനത്തിലാണ്. എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. ചിലരൊക്കെ മതം തിന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ പ്രശ്നം പലപ്പോഴും കാണാറുണ്ട്. ചിലർക്ക് മറ്റു പലതുമാണ്. ചില ഫാൻസ് എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പലതുമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത്. എന്തായാലും ഒരു പ്രത്യേകതരം ജീവികൾ ഇങ്ങനെ കിടന്ന് എന്താ പറയുക, നുഴയ്ക്കുകയാണ്, ഇങ്ങനെ നുരയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, വേറൊരു കൗതുകകരമായ കേട്ടത്, ഈ മോഹൻലാലിന് പിന്നിൽ മേജർ രവി നിൽപ്പുണ്ടല്ലോ. മേജർ രവിയാണ് ഇത്തരം ആസൂത്രണങ്ങൾക്ക് പിന്നിൽ. ഇതിൻ്റെ ഉദ്ദേശം 2026 തെരഞ്ഞെടുപ്പാണെന്ന്. എൻ്റെ പൊന്നിട എന്നാ വർത്തമാനം പറയുന്നത്? ഈ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചിട്ട് പോലും പോകാത്ത മനുഷ്യനാണ്. അങ്ങേര് പേടിച്ചിട്ട് പോകാത്താണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം പോയാൽ അങ്ങേരുടെ സിനിമയ്ക്കെതിരെയുള്ള അറ്റാക്ക് വീണ്ടും കൂടുമെന്നൊക്കെ പേടിച്ചിട്ട്. പിന്നെ ഇനി ഗൗരവമായ കാര്യം പറഞ്ഞാൽ, ഈ പട്ടാളം അദ്ദേഹത്തിന് കൊടുത്ത, മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ പ്രിയ നടന് കൊടുത്ത ബഹുമതിയാണ് ലെഫ്റ്റനൻറ്റ് കേണൽ ബഹുമതി. അതങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പട്ടാളത്തോടുള്ള എന്താ പറയുക, അദമ്യമായ അദ്ദേഹത്തിൻ്റെ ആദരവ്, ഇങ്ങനെ പല കാരണങ്ങൾ കണ്ടുകൊണ്ട് മോഹൻലാലിന് ഇങ്ങനൊരു പദവി കൊടുത്താൽ അത് കുറേ ചെറുപ്പക്കാരെങ്കിലും പട്ടാളത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമാകും. അത് മോഹൻലാലിന് മാത്രമല്ല, രാജ്യത്ത് പല താരങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിക്ക് പോലും അങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇങ്ങനെ പദവി മേടിച്ച് പലരും എവിടെയെങ്കിലും അതും ചുരുട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക, തലക്കൽ വെച്ച് ഉറങ്ങുന്ന കാര്യമാണ് സാധാരണയായി ചെയ്യാറുള്ളത്. പക്ഷേ മോഹൻലാൽ നമുക്കറിയാം, ഏഴിമല നാവിക അക്കാഡമിയിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊരു കാലത്ത് കണ്ണൂരിൽ അദ്ദേഹം ട്രെയിനിങ്ങിൽ പോയിരുന്നു. അതായത് ഇടയ്ക്ക് അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു, പട്ടാള ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു, കൃത്യമായി തൻ്റെ ബറ്റാലിയനുമായി റിപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ കൂടിയാണ് മോഹൻലാൽ. അങ്ങനെ തൻ്റെ ഒരു ബറ്റാലിയൻ വയനാട്ടിൽ വന്ന് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ ആ ബറ്റാലിയനൊപ്പം പട്ടാള വേഷത്തിൽ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, മോഹൻലാൽ അവിടെ സിനിമാ നടനായിട്ടല്ല പോയത്, അദ്ദേഹം പട്ടാളക്കാരനായിട്ടാണ് പോയത്. അദ്ദേഹം ഈ മനുഷ്യരെ എല്ലാം പ്രചോദിപ്പിക്കാനും, അവിടെ പണിയെടുക്കുന്ന പട്ടാളക്കാരും അവരും പലതരം മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അവരെ അടക്കം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്, വെറുതെ പോയില്ലല്ലോ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കൃത്യമായി ചില രാഷ്ട്രീയ ബോധം കൂടി ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ രാമക്ഷേത്ര ഇതുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്നതുപോലെ അതിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ അത് മനസ്സിലാക്കുകയാണ്, വിചാരിക്കുകയാണ്. കാരണം
അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവനും എല്ലാം. അപ്പോൾ അതിനെതിരെ വരുന്ന ഒരു അറ്റാക്കിൻ്റെ കാരണമായി ഇതൊന്നും മാറരുത് എന്ന് കരുതുന്നു. സമാനമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ചാണല്ലോ പലരും സംശയത്തോടെ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിന് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ ആദ്യം അതിലേക്ക് ഇട്ടിട്ടാണ് അദ്ദേഹം പോയത്. കാരണം അല്ലെങ്കിൽ പ്രിയപ്പെട്ട കമ്മി സഖാക്കളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊല്ലും എന്ന് അദ്ദേഹം പേടിച്ചിട്ടുണ്ടാവണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വിശ്വശാന്തി ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെയൊക്കെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രൊജക്റ്റ് തന്നെ വെക്കുകയാണ്. അതുകൂടാതെ ഇടയ്ക്ക് അദ്ദേഹം പോയി അവിടെ കണ്ടപ്പോൾ ആ പഴയ LP സ്കൂള് തകർന്നു കിടക്കുകയാണ്, അതും പണിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ട നടപടിയെടുക്കുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ അതാണ് കുറേ പേര് ചോദിക്കുന്നത്, ഇതൊക്കെ സർക്കാരല്ലേ ചെയ്യുന്നത്. എൻ്റെ പൊന്നു മനുഷ്യ, സർക്കാർ തന്നെ ചെയ്യുള്ളൂ, അതിലൊരു സംശയമില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ സന്നദ്ധ സംഘടനകൾ, ഏതാണ്ട് എല്ലാ ജാതി മത സംഘടനകളും വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻസും ഒക്കെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരിന് അതിനൊരു ഇനി പുനരുദ്ധാരണത്തിന് ഉറപ്പായ ഒരു നോഡൽ ഓഫീസറും കാര്യങ്ങളും ഉണ്ടാകും. അവരായിരിക്കും കാര്യങ്ങളെ ഓരോ ട്രസ്റ്റിൻ്റെയും എവിടെ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ പല തീരുമാനങ്ങളും എടുക്കുക. ഇനി ഇപ്പോൾ നേരത്തെ ദുരന്തം നടന്ന പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൂട്ടിക്കൽ ദുരന്തം നടന്നു, അവിടെ 25 വീട് CPIM വെച്ചു കൊടുത്തിട്ടുണ്ട്. RSSൻ്റെ ഭാഗമായ സേവാഭാരതി ഏതാണ്ട് 8ഓളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പല ജാതി മത സംഘടനകളും ഒക്കെയും ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിന് അനുമതിയില്ലാതെ ചെയ്തതാണോ? സർക്കാരിൻ്റെ കൂടി താല്പര്യത്തോടെ ഇതൊരു കോർഡിനേഷനാണ്. അതുകൊണ്ട് വിശ്വശാന്തി ട്രസ്റ്റ് അവിടെ എടുക്കേണ്ട പണിയൊക്കെ ചെയ്യും. അതിന് നിങ്ങളായിട്ട് തടസ്സം പിടിക്കാതിരുന്നാൽ മാത്രം മതി എന്നേ പറയാനുള്ളൂ. പിന്നെ വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, മോഹൻലാൽ എന്ന നടൻ അവിടെ നിന്ന് പാലത്തിൽ നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ് ഒരു പരാതി. പാലത്തിൽ നിന്ന് സംസാരിച്ചാൽ മാധ്യമങ്ങളെല്ലാം കൂടെ വളഞ്ഞ് തടഞ്ഞു നിർത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവിടെ എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ടിട്ടാണോ ഈ ഒരു കാര്യം ചെയ്തത്? പിന്നെ മോഹൻലാൽ അവിടേക്ക് പോകുന്ന സമയത്ത് ചുമ്മാ അതുവഴി പോകുന്ന വഴിക്ക് അങ്ങ് ചാടിക്കയറി പോവുകയൊന്നും അല്ലല്ലോ അദ്ദേഹം ചെയ്യുക. അദ്ദേഹം കൃത്യമായി ആർമി ഓഫീഷ്യൽസിൻ്റെ അടുത്ത് അടക്കം സംസാരിച്ച ശേഷമായിരിക്കും അവിടേക്ക് പോയിട്ടുണ്ടാവുക. അത് ഏത് നിലയിൽ പോകണം, എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, എന്തായിരിക്കും എന്നെല്ലാം കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മതം തിന്നുന്നവരെ, നിങ്ങൾ ഈ സമയത്തെങ്കിലും കുറേ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ CPM ഉം CPI-യും BJP-യും കോൺഗ്രസും RSS എല്ലാ മനുഷ്യരും ഒന്നിച്ചിന്ന് അവിടെ പണിയെടുക്കുകയാണ്. ഈ വിവിധ ഇസ്ലാമിക സംഘടനകൾ, ക്രൈസ്തവ സംഘടന എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഏതോ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് പ്രചരിപ്പിക്കരുതേ. മോഹൻലാലിനൊരു സല്യൂട്ട് കൊടുക്കുക. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പരിപാടികളുമായി മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനൊരു സല്യൂട്ടാണ് തീർച്ചയായും അർഹിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ കുഴപ്പം മാത്രമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, മോഹൻലാലിനോട് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നു, കമൻറ്റുകൾ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.